മഹാരാഷ്ട്രയിൽ 27 മണ്ഡലങ്ങളിൽ സൗഹൃദ മത്സരം നടക്കും. മഹാവികാസ് അഘാടി സഖ്യത്തിൽ 21 മണ്ഡലങ്ങളിലാണ് സൗഹൃദ മത്സരം നടക്കുക. മഹായുതിയിൽ 6 മണ്ഡലങ്ങളിലാണ് സൗഹൃദ മത്സരം. ഓരോ മുന്നണിയിലെ പാർട്ടികൾ പരസ്പരം മത്സരിക്കുന്നത് ഒഴിവാക്കാനായില്ല. പത്രിക പിൻവലിക്കാത്ത സാഹചര്യത്തിൽ സ്ഥാനാർത്ഥികളെ നിശബ്ദരാക്കാനുള്ള നീക്കവും പരാജയപ്പെട്ടു. അതേസമയം മഹായുതിയുടെയും മഹാവികാസ് അഘാടിയുടെയും പ്രകടന പത്രിക ഇന്ന് പുറത്തിറങ്ങും. PR സുനിൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. PR സുനിൽ, മഹാരാഷ്ട്രയിൽ 27 മണ്ഡലങ്ങളിൽ സൗഹൃദ മത്സരമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ മഹായുതിയിൽ മാത്രമാണ് സൗഹൃദ മത്സരങ്ങൾ കുറവ്. മഹാവികാസ് അഘാടിയിൽ ഒരുപാട് പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ടെങ്കിലും വിമതരുടെ ശല്യമുണ്ട്. സൗഹൃദ മത്സരമെന്ന് വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും സീറ്റ് കാര്യത്തിൽ അന്തിമ ധാരണയായില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇന്നിപ്പോൾ പ്രകടന പത്രികകളൊക്കെ ഇറങ്ങും. തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്, അഥവാ ചെറിയ ദിവസങ്ങൾ മാത്രമാണ്. എന്താണ് മഹാരാഷ്ട്രയിലെ പൊളിറ്റിക്കൽ പൾസ്? ഗുഡ് മോർണിംഗ് PR സുനിൽ. ഗുഡ് മോർണിംഗ് അരുൺ. ഏതായാലും ഇന്ന് മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച്, തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് സംഭവബഹുലമായൊരു ദിവസം തന്നെയാണ്. മഹായുതി സഖ്യത്തിൻ്റെ പ്രകടന പത്രിക അമിത്ഷാ പുറത്തിറക്കാൻ പോകുന്നു. മഹാവികാസ് അഘാടി സഖ്യത്തിൻ്റെ വിശദമായ പ്രകടന പത്രിക വരാൻ പോകുന്നു. അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 27 മണ്ഡലങ്ങളിൽ സൗഹൃദ മത്സരം നിലനിൽക്കുന്നത്. സാധാരണ ഒരു തെരഞ്ഞെടുപ്പിൽ മുന്നണികളുണ്ടെങ്കിൽ മുന്നണികൾ പരസ്പരം പൊരുതുന്നതിന് പകരം മുന്നണികൾക്കുള്ളിൽ തന്നെ പോര് നടക്കുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണ് ഏതായാലും ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ കാണുന്നത്. മഹാവികാസ് അഘാടിക്കും മഹായുതി സഖ്യത്തിനുമൊക്കെ തന്നെ റിബൽ ശല്യം ഒരുപാടുണ്ടായിരുന്നു. നിലവിലും റിബൽ ശല്യം തുടരുന്നുണ്ട്. ഏതാണ്ട് 12-18 റിബലുകൾ 2 മുന്നണികൾക്കുമായിട്ടുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ സൗഹൃദ മത്സരത്തിൻ്റെ സാഹചര്യം. സൗഹൃദ മത്സരമെന്ന് പേരിന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. ഈ മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഒരേ മുന്നണിക്കകത്ത് പാർട്ടികൾ തമ്മിൽ വാശിയേറിയ പോരാട്ടമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതിലേതെങ്കിലും ഒരു പാർട്ടിയെ നിശബ്ദരാക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാനാർത്ഥിയെ നിശബ്ദരാക്കി തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകാനുള്ള നീക്കങ്ങൾ നടന്നിരുന്നു. പക്ഷേ അത് പരാജയപ്പെട്ട ഒരു സ്ഥിതിയാണ് ഏതായാലും മഹാരാഷ്ട്രയിലുള്ളത്. ഏതായാലും ഇപ്പോൾ പുറത്തു വരുന്ന കണക്ക് പ്രകാരം 27 മണ്ഡലങ്ങളിൽ ഒരു മുന്നണിയിൽ തന്നെയുള്ള പാർട്ടികൾ പരസ്പരം ശക്തമായി പൊരുതുന്നു എന്നതാണ്. 21 സ്ഥാനാർത്ഥികളാണ് മഹാവികാസ് അഘാടി സഖ്യത്തിൽ പരസ്പരം പത്രിക നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും NCPയും തമ്മിൽ, ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും കോൺഗ്രസും തമ്മിൽ 21 മണ്ഡലങ്ങളിൽ പരസ്പരം മത്സരിക്കുന്ന ഒരു സാഹചര്യം. മഹായുതി സഖ്യത്തിലാണെങ്കിൽ 6 മണ്ഡലത്തിലാണ് ആ രീതിയിലുള്ള മത്സരം നടക്കുന്നത്. പ്രത്യേകിച്ച് മുംബൈയിലുണ്ട്, ബീഡിലുണ്ട്, അതുപോലെ തന്നെ നാഗ്പൂരിലുണ്ട്, അമരാവതിയിലുണ്ട്, നാസിക്കിലുണ്ട്. ഇങ്ങനെ തുടങ്ങി പല മേഖലകളിലായി മഹായുതി സഖ്യത്തിലും 6 സൗഹൃദ മത്സരങ്ങൾ നടക്കുന്നൊരു സാഹചര്യം. സൗഹൃദ മത്സരം പേരിന് മാത്രമാണ്. ഏതായാലും ഇന്ന് എന്തായിരിക്കും മഹായുതി സഖ്യത്തിൻ്റെ പ്രകടന പത്രികയിൽ പറയുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസം 5 പരിപാടികൾ കോൺഗ്രസും മഹാവികാസ് അഘാടി സഖ്യവും ഒക്കെ തന്നെ മഹാരാഷ്ട്രയിൽ പ്രഖ്യാപിച്ചിരുന്നു. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എല്ലാ മാസവും 3000 രൂപ ബാങ്ക് അക്കൗണ്ട് വഴി നൽകുന്ന ഒരു വാഗ്ദാനം. ഇതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് മഹാരാഷ്ട്രയിലാകെ സൗജന്യ ബസ് യാത്ര തുടങ്ങി 5 വാഗ്ദാനങ്ങൾ കോൺഗ്രസും മഹാവികാസ് അഘാടി സഖ്യവും ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ഏതായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ മഹായുതി സഖ്യത്തിൻ്റെ പ്രകടന പത്രിക വരാൻ പോകുന്നത്. അപ്പോൾ അതിലെന്തൊക്കെ വാഗ്ദാനങ്ങളായിരിക്കും നൽകുക എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഉച്ചയ്ക്ക് 12 മണിക്കാണ് മഹാവികാസ് അഘാടി സഖ്യത്തിൻ്റെ വിശദമായ പ്രകടന പത്രിക വരാൻ പോകുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ ഉൾപ്പെടെയുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് വാഗ്ദാനങ്ങളുടെ ദിവസമായിരിക്കും മഹാരാഷ്ട്രയിൽ. ഓക്കെ, താങ്ക് യു PR സുനിൽ. PR സുനിലാണ് മഹാരാഷ്ട്രയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മഹാവികാസ് അഘാടിയിൽ 21 പേർ സൗഹൃദ മത്സരം വിമതർ, 6 പേർ മഹായുതിയിൽ വിമതർ. അങ്ങനെ നമുക്ക് പറയാം. സൗഹൃദ മത്സരം എന്ന് നമ്മൾ പറയുമ്പോഴും വിമത ശല്യമുണ്ട്. പക്ഷേ എങ്കിലും കനത്ത പോരാട്ടത്തിലാണ് മഹാരാഷ്ട്ര ഇത്തവണ തിരിച്ചു പിടിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. മാത്രമല്ല, ഏക്നാഥ് ഷിൻഡെ നല്ല മുഖ്യമന്ത്രിയാണെന്നൊരു ധാരണ താഴെത്തട്ടിലുണ്ടെങ്കിലും പലയിടങ്ങളിലും ശിവസേന ക്യാമ്പുകളിൽ തന്നെ ഉദ്ധവ് താക്കറെ പക്ഷത്തിന് വലിയ അനുകൂലമായ നിലപാടുണ്ടാകുമെന്ന് കരുതുന്നു. അതേപോലെ ശരത് പവാറിന് അനുകൂലമായിട്ടുള്ളൊരു തരംഗമുണ്ടാകും എന്ന് NCP ക്യാമ്പും കരുതുന്നു. കാത്തിരിക്കാം.